നമുക്കൊക്കെ ഒത്തിരി ലക്ഷറിയൊക്കെ ഉണ്ട്, ആവശ്യവും അനാവശ്യവും ആഡംബരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. അതിനകത്ത് ഈ ആഡംബരങ്ങളൊക്കെ കടന്നു പോകാനുള്ളതാണെന്ന് എത്ര ഭംഗിയായിട്ടെന്നറിയാമോ നമ്മളെ ഈ മരിച്ചടക്കിൻ്റെ കർമ്മത്തിൽ പാടി കേൾപ്പിക്കുന്നത്. ഈ വീടിനോട് യാത്ര പറയുന്നില്ലേ? ഒടുവിൽ വീട്ടിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൃതശരീരം ഇനി ദേവാലയത്തിലേക്ക് എടുക്കാമെന്ന് അച്ഛൻ അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഹൃദയഭേദകമായൊരു പാട്ട് ഉയരത്തില്ലേ? വിടവാങ്ങുന്നേ നശ്വരമുലകിൽ. അത് പാടി വന്നു കഴിഞ്ഞിട്ട് രണ്ടാം പാദത്തിൽ പറയുന്നതാണ്, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ശാശ്വതമായൊരു സന്തോഷം, ഒരു അനുഗ്രഹം എനിക്ക് തരാൻ കഴിവില്ലാത്ത എൻ്റെ ഭൂമിയിലെ പാർപ്പിടമേ, വീടേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് മൃതശരീരം നമ്മൾ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. ഇനിയുമുണ്ടത്, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും, പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനാ. ഇവിടുത്തെ ആഡംബരവും പ്രൗഢിയുമൊക്കെ നിഷ്പ്രഭമായിട്ട് നശിച്ചു പോകാനുള്ളതാണെന്ന് ഏറ്റുപറയുന്നുണ്ട് നമ്മൾ ഈ ഗീതങ്ങളിലൊക്കെ. നമ്മൾ വലിയൊപ്പീസിനകത്ത് പാടുന്നൊരു പാട്ടില്ലേ, അസ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടുത്തെ ജീവിതം സ്ഥിരമല്ല, കടന്നു പോകാനുള്ളവരാണ് എന്ന ചിന്തയാണ്. ഇനിയും നമ്മൾ ഈ വലിയൊപ്പീസിനകത്ത് പാടുന്നൊരു പാട്ടുണ്ട്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഒരു നിമിഷം ഒരുങ്ങട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നു, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. ശരിക്കും മരണം പെട്ടെന്നൊരു ദിവസം സംഭവിക്കും കേട്ടോ. നേരത്തെ കത്തയച്ചിട്ട് അറിയിക്കുന്നുണ്ടല്ല മരണം വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഇറ്റ്സ് സർട്ടൻ, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ റിയാലിറ്റിയെ മനസ്സിലാക്കി ഒരുങ്ങിയിരിക്കാം നമുക്ക്.